നമസ്കാരം. ഇന്ന് വളരെ വേദന തോന്നുന്ന ഒരു ദിവസമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ധാരാളം യുവതികൾ പരാതികളുമായി രംഗത്ത് വന്നിരിക്കുന്നു. മലയാളികൾ അറിഞ്ഞത് ഇന്നും ഇന്നലെയുമായിട്ടാണ് അറിഞ്ഞതെങ്കിൽ ഇതേക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്ന കുറേ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ കേരളത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് ശ്രീ ഷാഫി പറമ്പിലാണ്. മറ്റൊന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനാണ്. ഇവരൊക്കെ തന്നെ പല കോൺഗ്രസ് നേതാക്കൾക്കും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ ലൈംഗിക വൈകൃതങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ വുമൺ പറഞ്ഞ ലൈംഗിക വൈകൃതത്തിൻ്റെ ഉടമയാണ്. നമ്മൾ നേരത്തെ ആരോപണം ഉന്നയിച്ച വേടനെ പോലെ തന്നെ ലൈംഗിക വൈകൃതത്തിൻ്റെ ഒരു ഉടമയായിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്വഭാവമുള്ള വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ വുമൺ കൂടെ ഇന്ന് ആരോപണവുമായി വന്നിരിക്കുന്നു. ഒരു MLA ഗർഭചിത്രത്തിന് ഒരു യുവതിയെ പ്രേരിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ വാർത്തകൾ അതെല്ലാം ഇന്നലെയും ഇന്നുമായി പുറത്തു വന്നിരിക്കുന്നു. എന്നെ വേദനിപ്പിക്കുന്നത് അതല്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ശ്രീ ഷാഫി പറമ്പിലിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ നല്ല കഴിവുള്ള വ്യക്തിയാണ്, അല്ല എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ ഇത്തരത്തിൽ യുവതികളുമായിട്ടുള്ള ഈ ബന്ധങ്ങളെക്കുറിച്ച് നല്ല അറിവും എല്ലാ വിവരങ്ങളും അറിവുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളാണ് മലയാളികളായ എല്ലാ ആളുകളും. അന്നം തിന്നുന്ന ആളുകൾക്കറിയാം ഷാഫി പറമ്പിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാതെ അയാൾ ഒളിച്ചു വെച്ചൊന്നും ഒരിക്കലും ഈ രാഹുൽ മാങ്കൂട്ടത്തലിന് ഇത്തരത്തിലുള്ള വൈകൃത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തന്നെ വിശ്വസിച്ച പാലക്കാട്ടെ ജനങ്ങളെ പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ട് പോയി മത്സരിച്ച് ചെറിയ പ്രായത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി അവിടെ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെ തന്നെ വിശ്വസിച്ച പാലക്കാട്ടെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതത്തിൻ്റെ സ്വന്തം പാർട്ടിയിലെ സഹോദരിമാരെ പോലെ കാണേണ്ട പാർട്ടി പ്രവർത്തകന്മാരെ പോലും ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയ രാഹുൽ മാങ്കൂട്ടത്തലിനെ ഇതെല്ലാം അറിഞ്ഞിട്ടും ഷാഫി പറമ്പിൽ എന്തിനാണ് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാൻ വാശി പിടിച്ചത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് ഷാഫിയും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഇത്രയും അഭേദ്യമായ ബന്ധം എന്നറിയാം. കാരണം വ്യക്തമായി ഇദ്ദേഹം സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, പാർട്ടി പ്രവർത്തകന്മാരായ യുവതികളുമായി തെറ്റായ രൂപത്തിൽ ഇദ്ദേഹം ബന്ധപ്പെടുന്നു എന്ന് അറിഞ്ഞിട്ടും എന്തിന് സ്ഥാനാർത്ഥിയാക്കി എന്നതിന് ഷാഫി പറമ്പിൽ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. വളരെ സങ്കടം തോന്നുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് പല യുവതികളും പരാതി കൊടുത്തിട്ട് താൻ അച്ഛനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ലാഘവത്തോടു കൂടി തള്ളിക്കളയാണ്. വളരെ സങ്കടം തോന്നുന്ന വാർത്തകളാണ് കേരളത്തിൽ വരുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്തരത്തിൽ അധപ്പതിക്കുന്ന ഒരു വ്യക്തിയെ ആ സ്ഥാനത്തിരുത്തി ആളുകൾ ഇതിനൊക്കെ തന്നെ സമാധാനം പറയണം. ഏതായാലും കേരളത്തിലെ ജനങ്ങളോട് കോൺഗ്രസിൻ്റെ നേതൃത്വവും അതേപോലെ തന്നെ ശ്രീ ഷാഫി പറമ്പിലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനും ഇതിനൊക്കെ ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. 1000 തവണ മലയാളികളോട് മാപ്പ് പറഞ്ഞാലും അവസാനിക്കാത്ത കുറ്റമാണ്, തെറ്റാണ് ഇവരൊക്കെ ചെയ്തത്. കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളോട് കൊടും ചതിയാണ് ഷാഫി പറമ്പിൽ ചെയ്തത്, പ്രതിപക്ഷ നേതാവ് ചെയ്തത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചാൽ അനാഥമാകുന്നൊരു മണ്ഡലം, അദ്ദേഹം MLA സ്ഥാനത്ത് തുടർന്നാൽ എങ്ങനെയാണ് യുവതികൾ, പാലക്കാട് നിയോജക മണ്ഡലത്തിലെ യുവതികൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സമീപിക്കുക എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് ഇദ്ദേഹത്തെ സമീപിക്കാൻ സാധിക്കുക എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇതിനൊക്കെ മറുപടി പറയണം. നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. ഒരു പാവപ്പെട്ട എത്രയോ യുവതികളെ അവരൊക്കെ തന്നെ ഭയം കൊണ്ട് പുറത്തു വരാൻ മടിക്കുന്നു. ഇത്തരത്തിലുള്ള വൈകൃതമുള്ള ഒരു വ്യക്തിയെ MLA ആക്കി, അറിഞ്ഞുകൊണ്ട് MLA ആക്കി ജനങ്ങളെ പീഡിപ്പിക്കാനുള്ളൊരു സാഹചര്യം കൊടുത്ത ഈ ഉത്തരവാദപ്പെട്ട നേതൃത്വം ഇതിന് മറുപടി പറയണം. ഈ MLA സ്ഥാനം ഇദ്ദേഹം തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. MLA ഇല്ലെങ്കിലും, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ MLA ഇല്ലെങ്കിലും യുവതികൾക്ക്, സ്ത്രീകൾക്ക്, അമ്മമാർക്ക്, പെൺകുട്ടികൾക്ക് കയറി വരാൻ ഒറ്റയ്ക്ക് കാണാൻ പറ്റാത്ത ലൈംഗിക വൈകൃതത്തിൻ്റെ ഉടമയായ ഒരു വ്യക്തി MLA സ്ഥാനത്ത് തുടരാൻ അർഹനല്ല. അദ്ദേഹം രാജിവെക്കണം. എന്തെങ്കിലും ധാർമ്മികമായ ബോധ്യം, ധാർമ്മികത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. അയാളോട് MLA സ്ഥാനം രാജിവെക്കാൻ പറയണം. നാളെ മുതൽ കോൺഗ്രസിൻ്റെ MLA അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാൻ തയ്യാറാവണം. അതിന് കോൺഗ്രസിന് ഉളുപ്പുണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.